നമസ്കാരം. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ പല രൂപങ്ങളിൽ ഭഗവാൻ കൂടെ ഉണ്ടാകുന്നതാണ്. കളിക്കൂട്ടുകാരനായി, മകനായി, പേരക്കുട്ടിയായി, അങ്ങനെ ഒരു മനുഷ്യായുസിൽ വിവിധ ഭാവങ്ങളിൽ ഭഗവാൻ നമ്മോടൊപ്പം സദാസമയവും ഒപ്പമുണ്ട്. എന്നാൽ പലപ്പോഴും ഭഗവാനെ എത്ര തന്നെ വിളിച്ചാലും ഭഗവാൻ വിളി കേൾക്കാത്തതുപോലെ ചില ഭക്തർക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ദുഃഖ ദുരിതങ്ങൾ മാറാത്തതായ അവസ്ഥ. ഇത് എന്തുകൊണ്ടാണ് ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് അടുത്തായി ഒരു സാധാരണ കുടുംബം ജീവിച്ചിരുന്നു. അച്ഛനും അമ്മയും 2 മക്കളും അടങ്ങുന്ന കുടുംബം. അവർ ഏവരും കടുത്ത ശ്രീകൃഷ്ണ ഭക്തരായിരുന്നു. സദാസമയവും കൃഷ്ണ കൃഷ്ണ എന്നുരുവിടും. അവരുടെ ഭർത്താവ് അടുത്തുള്ള ഒരു പലചരക്ക് കടയിൽ സഹായിയായി ജോലി നോക്കിയിരുന്നു. ആ കടയുടെ മുതലാളി പലപ്പോഴും അദ്ദേഹത്തെ കളിയാക്കും. എടോ, താൻ ഇങ്ങനെ എപ്പോഴും കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് എന്തു ഗുണം? എപ്പോഴും ദുരിതം മാത്രമാണല്ലോ നിങ്ങൾക്ക്. എന്നാൽ ഇതൊന്നും അദ്ദേഹം കാര്യമാക്കിയതേയില്ല. ഒരിക്കൽ ആ കുടുംബത്തിലെ ഗൃഹനാഥന് ഒട്ടും വയ്യാതെയായി. കിടന്ന കിടപ്പായി. 2 ദിവസത്തേക്ക് ജോലിക്ക് പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യം. എന്നാൽ അന്നേക്ക് കൂലി ലഭിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആ കുടുംബത്തിന്റെ അവസ്ഥ ദയനീയമായി. ആ അമ്മ തന്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന കടയിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ, അതും 2 ദിവസത്തേക്ക് മാത്രം ആവശ്യമായവ കടമായി വാങ്ങുവാൻ തീരുമാനിച്ചു. ആ അമ്മ കടയിലെത്തി കടക്കാരനോട് ആവശ്യം നിവർത്തിച്ചു. എന്നാൽ കടക്കാരൻ വീണ്ടും അവരെ പുച്ഛിച്ചു. കൃഷ്ണ കൃഷ്ണ എന്ന് ഭഗവാനെ എന്നും വിളിച്ചിട്ട് ഇതാണോ നിങ്ങളുടെ അവസ്ഥ? കടമായി സാധനങ്ങൾ തരില്ല എന്ന് നിഷ്കരണം അവരോട് പറഞ്ഞു. ആ അമ്മ അല്പം വിഷമിച്ചെങ്കിലും തിരികെ നടക്കാൻ ആരംഭിച്ചു. അവർ തിരിഞ്ഞു നടക്കുന്നത് ശ്രദ്ധിച്ച അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി. അദ്ദേഹം ഉച്ചത്തിൽ അവരെ വിളിച്ചു. അതെ, ഒരു കാര്യം ചെയ്യൂ. ദേ ഈ കടലാസിൽ ആവശ്യമായ സാധനങ്ങൾ നിങ്ങൾ എഴുതൂ. ശേഷം തുലാസിൽ കടലാസ് വയ്ക്കൂ. തുലാസിൽ ആ കടലാസിന്റെ ഭാരത്തിന് അനുസരിച്ച് സാധനങ്ങൾ ഞാൻ നൽകാം. ഈ സമയം ആളുകൾ അവിടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ അമ്മയ്ക്ക് തന്നെ മനഃപൂർവ്വം നാണം കെടുത്താനാണ് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലായി. എന്നിരുന്നാലും അവർ ആ കടലാസ് വാങ്ങി എന്തോ ഒന്ന് ആ കടലാസിൽ എഴുതി. ശേഷം മടക്കി എഴുതിയ കടലാസ് തുലാസിൽ വച്ചു. അതിശയം എന്നോണം ആ തുലാസിന്റെ തട്ട് താഴേക്ക് പോയി. കടക്കാരൻ സാധനങ്ങൾ വയ്ക്കാൻ തുടങ്ങി. എന്നാൽ എന്തെല്ലാം സാധനങ്ങൾ വച്ചിട്ടും തട്ട് പൊങ്ങുന്നില്ല. കടക്കാരൻ വിയർത്തു തുടങ്ങി. അവസാനം കടലാസിരുന്ന തട്ട് പൊട്ടി താഴെ വീണു. കടക്കാരൻ ആ അമ്മ എഴുതിയ കടലാസ് എടുത്ത് തുറന്നു നോക്കി. ആകെ 2 വാക്ക് മാത്രമേ അതിലുള്ളൂ. കൃഷ്ണ കൃഷ്ണ എന്ന് മാത്രം. കടക്കാരൻ ആ അമ്മയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. ഇനി ജീവിതകാലം മുഴുവൻ എന്ത് സാധനം വേണമെങ്കിലും കടയിൽ നിന്നും എടുത്തോളൂ, പണം നൽകാതെ ഇവിടെ നിന്നും കൊണ്ടുപോകാം എന്നറിയിച്ചു. എന്നാൽ ആ അമ്മ പറഞ്ഞു, എനിക്ക് മറ്റൊന്നും വേണ്ട. 2 ദിവസത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം മതി, അതും കടമായി മതി. ഭർത്താവിന് 2 ദിവസത്തിന് ശേഷം ജോലിക്ക് വരുന്നതായ അവസരത്തിൽ ഈ കടം വീട്ടും. ആ അമ്മ അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങി മടങ്ങി. ഇങ്ങനെയാണ് ഭഗവാൻ. നാം വിശ്വാസത്തോടെ, പൂർണ്ണ മനസ്സോടെ ഭഗവാനെ വിളിക്കണം. ആത്മസമർപ്പണം അത്യാവശ്യമാകുന്നു. പലപ്പോഴും ഭഗവാൻ നിങ്ങളെ പരീക്ഷിക്കും. എത്ര വിളിച്ചിട്ടും ഭഗവാൻ കേൾക്കാത്തതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു.
എന്നാൽ ഇത് ഭഗവാന്റെ ലീല മാത്രമാണ്. നാം ഭഗവാന് അത്രമേൽ പ്രിയപ്പെട്ടവരാകുന്നു. കുറൂരമ്മയും പൂന്താനത്തെയും പോലെ ആത്മസമർപ്പണത്തോടെ ഭഗവാനെ നിങ്ങൾ ആരാധിക്കുക. ഭഗവാനെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ നടക്കും. ഇത്തരത്തിൽ നിരവധിയാർന്ന അനുഭവങ്ങളാണ് ഓരോ ഭക്തർക്കും പറയുവാനുണ്ടാവുക. അത്തരത്തിൽ നിങ്ങൾക്കും അനുഭവങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ആ അനുഭവങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. പലർക്കും ഭഗവാനോട് അടുക്കും തോറും ദുഃഖങ്ങളും ദുരിതങ്ങളും വർദ്ധിച്ചു എന്ന് വരാം. പലരും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ച് പോകുന്നതാണ്. ചിലർ ഭഗവാനെ ആരാധിക്കാതെയാകാം. എന്നാൽ ചിലർ എന്തു തന്നെ സംഭവിച്ചാലും ഭഗവാനെ തുടർന്നും ആരാധിക്കും. കാരണം അവർക്കറിയാം അത് ഭഗവാന്റെ പരീക്ഷണങ്ങൾ മാത്രമാണ് എന്ന്. കാരണം നിങ്ങളുടെ കർമ്മഫലത്താൽ നിങ്ങൾക്ക് വന്ന് ഭവിച്ചിട്ടുള്ളതായ ദുഃഖ ദുരിതങ്ങൾ അഥവാ നിങ്ങളുടെ ആത്മാവിനെ ഭഗവാൻ ശുദ്ധീകരിക്കുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരുകയും പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയും ജനന മരണ ചക്രത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ നിത്യവും ഭഗവാനെ ആരാധിക്കണം. ഭഗവത് മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയെന്ന് വരാം. എന്നാൽ ഒരിക്കലും നിങ്ങൾ പിന്മാറാൻ പാടുള്ളതല്ല. ഭഗവാനെ തന്നെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരു തുളസിയില സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പോലും അതിൽ പ്രസാദിക്കുന്ന ദേവനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാൻ. നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങളിലെല്ലാം തന്നെ ഭഗവാന് തുളസി സമർപ്പിക്കുക. ഭഗവത് മന്ത്രങ്ങൾ ജപിക്കുകയും അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക. നിങ്ങൾക്ക് വിശേഷപ്പെട്ടതായ ഏതൊരു ദിവസവും പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ഭഗവാന്റെ നടയിൽ സന്നിധിയിൽ നിങ്ങൾ എത്തുക. സാധിക്കുന്നതായ വഴിപാടുകൾ നിങ്ങൾ ഈ സമയം സമർപ്പിക്കുക. ഇനി അഥവാ വഴിപാടുകൾ സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും മനസ്സുരുകി ഭഗവാന്റെ സന്നിധിയിൽ നിന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും ഭഗവാനിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്യും. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ ചില മന്ത്രങ്ങളെ കുറിച്ച് കൂടി പരാമർശിക്കാം. അതിൽ ആദ്യത്തേത് ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന മന്ത്രമാകുന്നു. നിത്യവും 108 ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. അതിരാവിലെയും സന്ധ്യയ്ക്കും ഈ മന്ത്രങ്ങൾ 108 ജപിക്കുന്നത് ഐശ്വര്യവർദ്ധനവിനും അഭിവൃദ്ധിക്കും ഏറ്റവും ഉത്തമമാണ്. അതോടൊപ്പം ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ കൂടി ജപിക്കുകയാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് ഭഗവാന്റെ സാന്നിധ്യം എളുപ്പം തിരിച്ചറിയുവാൻ സാധിക്കും. ഏത് ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്ക് കരകയറുവാൻ സാധിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഭഗവാനെ ആരാധിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. ഏവരും ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക.